നമസ്കാരം. വൈപ്പിൻ എം.എൽ.എ. ടോണി ചമ്മണിയുടെ ഔദ്യോഗിക ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം. ജോൺ. വൈപ്പിൻ മണ്ഡലത്തിന്റെ ഹൃദയഭാഗമായ ഞാറക്കൽ പെരുമ്പിള്ളി ബസ് സ്റ്റോപ്പിന് സമീപത്തു നിന്നും പടിഞ്ഞാറേക്കുള്ള തരിശു റോഡിലാണ് എം.എൽ.എ. ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത്. എം.എൽ.എ. ടോണി ചമ്മണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിരവധി കോൺഗ്രസ് UDF നേതാക്കളുടെയും മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നിരവധി പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും എറണാകുളം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയുമായ റോജി എം. ജോൺ ഓഫീസിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചു. വൈപ്പിൻ മണ്ഡലത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സർക്കാരിന്റെയും മന്ത്രി എന്ന നിലയിൽ തന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ പിന്തുണയും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ വാഗ്ദാനം ചെയ്തു. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിച്ചത്. ഇവിടേക്ക് കടന്നു വന്നപ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നി. ഈ നിയോജകമണ്ഡലത്തിലെ ഒരു MLA എന്ന നിലയിൽ ഈ നിയോജകമണ്ഡലത്തിന്റെ സർവോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട MLA ശ്രീ ടോണി ചമ്മണിക്ക് ആ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി നടത്താൻ സാധിക്കുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ഓഫീസ് തന്നെയാണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു MLA സംബന്ധിച്ചിടത്തോളം നിയോജകമണ്ഡലത്തില് നിരവധിയായ കാര്യങ്ങൾ, വലുതും ചെറുതുമായിട്ടുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ വരെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും ഈ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര വിജയമാണ് ശ്രീ ടോണി ചമ്മണി കൈവരിച്ചത്. വലിയ വിജയം എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ഉത്തരവാദിത്തമാണ്, വലിയ ഉത്തരവാദിത്തമാണ്. ഈ വൈപ്പിൻ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. നിരവധിയായ പ്രശ്നങ്ങൾ ഇവിടുത്തെ ഈ നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുവാനായി ആ വിഷയങ്ങൾ ഒന്നൊന്നായി സർക്കാരിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് നിയമസഭയിലായാലും ബന്ധപ്പെട്ട തലങ്ങളിലായാലും ഒക്കെ ഉയർത്തി ആ വിഷയങ്ങൾക്ക് പരിഹാരം കാണുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. അതിനുള്ള എല്ലാ കഴിവും പ്രാപ്തിയും പരിചയസമ്പത്തുമുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ശ്രീ ടോണി ചമ്മണി എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. വൈപ്പിൻകാർക്ക് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് ഒരിക്കലും തെറ്റായി പോവില്ല, അത് ശരിയായ തീരുമാനമായിരുന്നു എന്ന് തോന്നിക്കുന്ന തരത്തിൽ, ബോധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു MLA ഓഫീസ് എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാവരുടെയും അറിവിലേക്ക് അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തിയാണ്. ഒരു MLA ഓഫീസ് എന്ന് പറഞ്ഞാൽ അത് ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും കടന്നു വരാൻ സാധിക്കുന്ന, എല്ലാവർക്കും വേണ്ടി തുറന്നു കിടക്കുന്ന ഒരു ഓഫീസാണ്. ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും, അതിന് കക്ഷി രാഷ്ട്രീയമോ ജാതിമത ഭേദമോ വലിപ്പച്ചെറുപ്പമോ ഒന്നും കൂടാതെ എല്ലാവർക്കും കടന്നു വരാൻ സാധിക്കുകയും അവരുടെ MLA അടുത്ത് അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുകയും അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു തുറന്ന ഓഫീസായി ഈ നാടിലെ ജനങ്ങളുടെ എല്ലാവരുടെയും ഒരു ഓഫീസായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. തീരദേശമായാലും മലയോരമായാലും പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളോടൊപ്പം തന്നെയായിരിക്കും ഈ ഗവൺമെന്റ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ ഈ നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനായി MLA ഭാഗത്തു നിന്ന് നടത്തുന്ന ഓരോ ഇടപെടലിലും ഈ ഗവൺമെന്റിന്റെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ വിജയാശംസകളും അഭിനന്ദനങ്ങളും നേരുന്നതോടൊപ്പം ഈ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും നേരുന്നു. ചടങ്ങിൽ മുൻമന്ത്രിമാരായ K. ബാബു, ഡൊമിനിക് പ്രസന്റേഷൻ, എറണാകുളം MP ഹൈബി ഈഡൻ, രാജൻ ബാബു, അഡ്വക്കേറ്റ് KP ഹരിദാസ്, തൃപ്പൂണിത്തുറ MLA ദീപക് ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധിയായ കോൺഗ്രസ് UDF പ്രവർത്തകരും നേതാക്കളും ഏറെ ആവേശത്തോടെയാണ് MLA ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രിയെയും മറ്റു നേതാക്കളെയും സ്വീകരിച്ചത്. 20 വർഷങ്ങൾക്ക് ശേഷം UDFന് കിട്ടിയ വൈപ്പിൻ മണ്ഡലം MLA സ്ഥാനം ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്നതാണെന്നും വൈപ്പിൻകാരുടെ വികസനത്തിന് തന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുമെന്നും മറുപടി പ്രസംഗത്തിൽ MLA അറിയിച്ചു. ചടങ്ങിൽ നേതാക്കളായ വൈപ്പിൻ മണ്ഡലം UDF ചെയർമാൻ VK ഇക്ബാൽ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഡോണോ മാസ്റ്റർ, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടിറ്റു ആന്റണി, നേതാക്കളായ സഹദേവൻ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി നിരവധി നാട്ടുകാരും UDF പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ഡെയിലി വാർത്ത.